സെൻട്രൽ ഏഷ്യൻ രാജ്യമായ തജക്കിസ്ഥാൻ മനസ്സിലാക്കുക, 96% മുസ്ലിം ഇസ്ലാമിക് ഫെയ്ത്ത് ഉള്ള പോപ്പുലേഷനാണ് ആ രാജ്യം. അവിടെ പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കി ഹിജാബ്, അതായത് മുസ്ലിം സ്ത്രീകളിടുന്ന തലയിലിടുന്ന തുണി ബാൻ ചെയ്ത്, ബ്ലാങ്കറ്റായിട്ടാണ് ബാൻ ചെയ്തിരിക്കുന്നത്. അതിനെ പബ്ലിക് പ്ലേസിൽ എവിടെയും ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇസ്ലാമിക വേഷമായ വെയിലോ അതേപോലെ ഹിജാബോ തജക്കിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിൽ പൂർണ്ണമായിട്ടും ബ്ലാങ്കറ്റ് ബാൻ ചെയ്തു. ഇനി അതിൻ്റെ പഴയ ചരിത്രം നോക്കൂ. 2007 അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൂർണ്ണമായിട്ടും ബാൻ ചെയ്തിരുന്നു. 2015 മനസ്സിലാക്കേണ്ടത് അത് ഭരിക്കുന്ന ആ രാജ്യം ഭരിക്കുന്നത് ഒതോറിറ്റേറിയനായ ഒരു ഡിക്റ്റേറ്റർ മുസ്ലിമാണ്, ഇസ്ലാമാണ്. അയാൾ 2015 ഒരു നാഷണൽ ക്യാമ്പയിൻ നടത്തുന്നു ഹിജാബിനെതിരെയും വെയിലിനെതിരെ, പറയുന്നത് ഇത് അറേബ്യൻ വസ്ത്രമാണ്, ഇത് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ 2024 അത് ബ്ലാങ്കറ്റായിട്ട് അങ്ങ് ബാൻ ചെയ്തു. ഇനി ഏതൊക്കെ രാജ്യമാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇത് ബാൻ ചെയ്തിരിക്കുന്നത്? അസർബൈജാൻ, കൊസോവോ, കസക്കിസ്ഥാൻ, ഈ രാജ്യങ്ങളും ബ്ലാങ്കറ്റായിട്ട് ബാൻ ചെയ്തു. ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇതാണ് ഇത് ബാൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇസ്ലാമിന് സംഭവിക്കുന്നത്? ഞാൻ ഖത്തർ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയിൽ പറഞ്ഞത്, ഈ ഖത്തർ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ലോകത്തിനും ഓപ്പൺ ചെയ്ത് കൊടുക്കും ഇസ്ലാം എന്താണ്, അതിൻ്റെ വിശ്വാസം എന്താണ്. ഇതിനനുസരിച്ച് ഗ്ലോബലായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിം ആ ഫെയ്ത്തിന് ഭയങ്കര ഇറോഷൻ ഉണ്ടാകും. അതിൻ്റെ ഓരോ സംഭവങ്ങളാണ് ഇറാനിൽ സംഭവിച്ചത്. നിങ്ങൾ കണ്ടു, ഹിജാബിനെതിരെയാണ് അവിടെ പ്രശ്നമുണ്ടായത്. പിന്നീട് അവിടെ നിങ്ങൾ കണ്ടു ഇസ്ലാമിനെതിരെ, അതായത് ഷിയയിലുള്ള അവരുടെ ഭരണാധികാരിക്കെതിരെ അവരുടെ മോസ്കുകൾ കത്തിക്കുന്നു, അവിടുത്തെ മുല്ലാമാരെ ഓടിക്കുന്നു, ജനം മുഴുവനും ഇളകി. പിന്നീട് എന്താണ് സൗദി അറേബ്യയിലുണ്ടായത്? അതായത് വഹാബിസത്തെ, സലഫിസത്തെ അവിടുന്ന് അടിച്ചോടിക്കുന്നു, അതിനെ കംപ്ലീറ്റ് ആയിട്ട് മോഡേൺ രീതിയിലോട്ട് മാറ്റുന്നു. മിസ് യൂണിവേഴ്സിലും ഇൻ്റർനാഷണൽ പേജൻറ്റിലും പെണ്ണുങ്ങൾ പങ്കെടുക്കുന്നു, അവർക്ക് സമ്മാനം കിട്ടുന്നു. അതേപോലെ അവിടെ മദ്യം, അവിടെ ലീഗലായിട്ട് അവിടെ ഷോപ്പുകൾ തുറക്കുന്നു. അതായത് മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നു, ഈ രാജ്യമെന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യം പോലെ ആക്കിയെടുക്കണം. ഇവിടെ ഫെനറ്റിക് ആയിട്ടുള്ള ഇസ്ലാമിക് റിലീജിയസ് വാദികൾ പറയുന്നത് കേൾക്കാൻ പാടില്ല, പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്, ഡ്രൈവ് ചെയ്യാൻ കൊടുക്കുന്നു, മറ്റുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അതായത് സൗദി അറേബ്യ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ രാജ്യമാണ്. മെക്ക, മദീന, അത് അവർ പ്രശസ്തമായ മോസ്കുകൾ, അവിടെയാണ്, ഹോളി സിറ്റിയിലാണ് ഈ സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഏകദേശം 1200ഓളം പേരാണ് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഹീറ്റ് വേവ് കൊല്ലപ്പെടുന്നത്. ഈ സൗദി അറേബ്യയിൽ താല്പര്യമൊന്നും കാണിച്ചില്ല. ശ്രദ്ധിച്ചു നോക്കുക, ആ രാജ്യം പോലും പുറത്ത് പറയുന്നില്ല എത്ര പേര് മരിച്ചു, അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർ വരുന്നു, നിങ്ങൾ വരുന്നു, നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ മരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അവർക്ക് താല്പര്യമില്ല, കാരണം അതിൽ നിന്ന് മാറുവാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെയാണ് ഓരോ പൊട്ടൻഷ്യലായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത്. ഇനി നോക്കി, ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. അവിടെ കാഫിർ എന്ന് പറഞ്ഞ സാധനം എടുത്തു കളയുന്നു. അവിടെ മദ്രസകളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം സംഘടന ചില മദ്രസകൾ അടയ്ക്കുന്നു. വഹാബിസം, സലഫിസം, അതിനാരൊക്കെയാണ് ഫണ്ട് ചെയ്യുന്നത് അവരെ ആ രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കുന്നു. അതുപോലെ സൗദി അറേബ്യയോട് അപേക്ഷിക്കുന്നു, ഒരു കാരണവശാലും ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം അവർക്ക് ഫണ്ട് ചെയ്യരുത്. ലോകം മാറി. ഇതാണ് ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞത്. അതായത് ഇസ്ലാമിനെ ഓപ്പൺ ചെയ്ത് ഷോക്കേസിലായി കഴിഞ്ഞപ്പോൾ ലോകത്തിന് മനസ്സിലായി എന്താണ് ഈ സംഭവിക്കുന്നത്, എവിടെയാണ് പ്രശ്നം. ഈ തജിക്കിസ്ഥാൻ എന്താണ് ഇത് ബാൻ ചെയ്യാനുണ്ടായ കാരണം? ബേസിക്കലി ടെററിസം. അവർക്കും പേടിയായി. ഇപ്പം ഇസ്ലാമിക ടെററിസം എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ പോവുക. ആ രീതിയിലോട്ടാണ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഭയമാണ്. അതുകൊണ്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ബ്ലാങ്കറ്റ് ബാൻ ചെയ്തത്. ഫ്രാൻസ് മദ്രസകൾ ഒരെണ്ണമില്ലാതെ എല്ലാ മദ്രസയും അടച്ചു. എന്താ കാര്യം? എത്രമാത്രം ഇസ്ലാമിക് ക്ലേർജീസ് അവിടെ ഉണ്ടായിരുന്നു, അവരെ മുഴുവൻ തിരിച്ചു പറഞ്ഞു വിട്ടു.
എന്താ ഫ്രാൻസ് അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം? മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും ലിബറലായിട്ടും ഫ്രീ ആയിട്ടും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഏത് മതത്തിനും എന്തും പ്രൊപ്പഗേറ്റ് ചെയ്യാം. പക്ഷേ ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അടിസ്ഥാനം, ബേസിക് പ്രശ്നമുണ്ടായപ്പോൾ ആ രാജ്യം അതിനെപ്പറ്റി എതിർക്കാൻ തുടങ്ങി. പല യൂറോപ്യൻ രാജ്യങ്ങളും എന്താണ് ഡെൻമാർക്ക് ചെയ്തത്? മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർ ഒരു ഭാഗത്ത് ജീവിക്കുന്നവർ പല ഭാഗത്തായിട്ട് സ്പ്രെഡ് ചെയ്തു. കാരണം ഇവർ ഒരുമിച്ച് ജീവിച്ചാലാണ് പ്രശ്നമെന്നും പറഞ്ഞു. എന്താണ് സ്വീഡൻ ചെയ്തത്? മനസ്സിലാക്കുക, ഒരു റിലീജിയസ് ബുക്ക് കത്തിക്കുവാൻ അവിടുത്തെ ഫ്രീഡമുണ്ട്, അതിന് അനുവാദം കൊടുക്കുക. അതിനവർ അവർക്കൊരു ബോധറേഷനുമില്ല. ടർക്കി പറയുന്ന ആരും അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ലോകത്തിൻ്റെ ഒരു ഷിഫ്റ്റ് മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയാണ് ഈ സംഭവം? അല്ലാതെ ലോകം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണ് തീവ്രവാദം. അതിനെതിരെ മാറിയേ മതിയാവും. അവസാനം ഞാനിത് പറയാൻ പോകുന്നൊരു കൺക്ലൂഡിങ് പാർട്ടെന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് മലയാളികൾ ഒത്തിരി പേര് ഈ തജക്കിസ്ഥാനിൽ പോകാറുണ്ട്. ഈ പുല്ലും എല്ലാം കൂടി ഇട്ടിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അതേ ഫ്ലൈറ്റിന് തിരിച്ചിങ്ങി പോരും. എനിക്കുണ്ടായൊരു സംഭവം പറയാം. ഇത് ഇവിടൊന്നുമല്ല, ഗ്രീസിൽ വെച്ചാണ് സംഭവം. കുറച്ച് വലിയ കൂടുതൽ വർഷങ്ങളൊന്നും അല്ല, ഈ ബ്ലാങ്കറ്റ് ബാനൊക്കെ വരുന്നതിനൊക്കെ മുമ്പാണ്. ഞാൻ എമിറേറ്റ്സ് എയർക്രാഫ്റ്റിലാണ് ഏതൻസിലെത്തുന്നത്. അപ്പോൾ എമിഗ്രേഷൻ ആ സമയത്ത് ഇപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു അറബ് ഫാമിലിയാണ്, 2 സ്ത്രീകളുണ്ട്. ഇവർ ഈ മുഖമൊക്കെ മറിച്ച് പർദ്ദയും അതൊക്കെ ഇട്ടേക്കുകയാണ്. അപ്പോൾ അവരുടെ ഭർത്താവുണ്ട്, മക്കളുണ്ട്. അപ്പോൾ എമിഗ്രേഷൻ ഒഫീഷ്യൽസുമായിട്ട് എൻ്റെ തൊട്ട് മുമ്പിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് 2 സ്ത്രീകളും ഇവരോട് പറഞ്ഞു, ഇംഗ്ലീഷാണ് പറയുന്നത്, നിങ്ങൾ ഈ വസ്ത്രം മാറിയില്ലെങ്കിൽ നിങ്ങളെ ഈ രാജ്യത്ത് കയറ്റില്ല, നിങ്ങൾ അവിടെ ഇരുന്ന് അടുത്ത ഫ്ലൈറ്റിന് തിരികെ പോയിക്കോളാൻ പറഞ്ഞു. അവർ പോയി വസ്ത്രം മാറിയിട്ടാണ് വന്നിട്ട് പ്രോപ്പർ വസ്ത്രം ഇട്ടിട്ടാണ് അവരുടെ രാജ്യത്തോട്ട് കയറി. പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ഈ പറയുന്ന വസ്ത്രവുമായിട്ട് കയറാൻ പറ്റില്ല. ആ സമയത്ത് ഗ്രീസ് ഇത് ബാൻ ചെയ്തിട്ടില്ല. ആലോചിച്ച് നോക്കൂ, അൺഒഫീഷ്യലി അവർ പറയുന്നത് ഞാൻ എൻ്റെ മുമ്പിൽ വെച്ച് കണ്ടത്. അതായത് മനസ്സിലാക്കുന്ന ഒരു സംഭവമുണ്ട്, റിലീജിയസ് വസ്ത്രങ്ങൾ, അതായത് വർഗീയ തീവ്രമായ വസ്ത്രങ്ങൾ നിങ്ങൾ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ലോകം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയില്ല. ഇത് പ്രധാനമായിട്ടും വെക്കുക, തജക്കിസ്ഥാൻ മറ്റുള്ള രാജ്യങ്ങളിലും നിങ്ങൾക്ക് ഈ സാധനം ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു പോരും, ഇത് തലയിൽ ഇട്ടേക്കുക.